എന്തിനാണ് ഈ തൊഴിൽ പണിമുടക്ക് എന്ന് ചോദിച്ച് പരിഹസിക്കുന്നവരോടാണ്. നമുക്ക് തൊഴിലാളികളുടെ പ്രയാസം മനസ്സിലാകണമെന്നില്ല. നമ്മൾ എത്ര തവണയാണ് ഡ്രസ്സ് എടുക്കാൻ തുണിക്കടയിൽ പോയിരിക്കുന്നത്? ഈ തുണിക്കടയിൽ നിൽക്കുന്ന സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അവസാന ബസ്സിൽ തിരിച്ചു പോകുന്ന ഈ സ്ത്രീകൾക്ക് ആ ജോലിക്കിടയിൽ ഇരിക്കാൻ സീറ്റ് ഉണ്ടായിരുന്നില്ല. 2018, 2019 അവർക്ക് അതിനുള്ള അവകാശം കിട്ടിയത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു വിജി എന്ന സ്ത്രീ അവരനുഭവിച്ച പ്രയാസം കാരണം ദീർഘനേരം നിൽക്കുന്നത് കൊണ്ട് വെരിക്കോസ് വെയിനും ഈ വിശ്രമമില്ലാത്ത ജോലി ചെയ്യുന്നത് കൊണ്ട് മൂത്രാശയ രോഗങ്ങളും സ്ത്രീകളിൽ വ്യാപകമായപ്പോൾ അവരൊരു സംഘടനയുണ്ടാക്കി പോരാടി നേടിയതാണ് ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇത്രയും തൊഴിലാളി സംഘടനകൾ ഉണ്ടായിട്ടും ഒരു തൊഴിലാളി സ്ത്രീകൾക്ക് ഒരു സീറ്റിന് വേണ്ടി അവകാശം കൊടുത്തത് ഈ 2018, 2019 അവർ നേടിയെടുത്ത അവകാശങ്ങളൊക്കെ അവർ സമരം ചെയ്ത് നേടിയെടുത്തതാണ്, അല്ലാതെ ആരും ഔദാര്യമായി കൊടുത്തതല്ല. അങ്ങനെ പൂർവികരായ തൊഴിലാളികൾ ജീവൻ കൊടുത്തും സമരം ചെയ്ത് നേടിയെടുത്ത അവകാശങ്ങൾ കോർപ്പറേറ്റ് സർക്കാരുകൾ ഒരു ദിനം കൊണ്ട് അട്ടിമറിക്കുമ്പോൾ, അതിനുവേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ തൊഴിലാളികൾക്ക് നിൽക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.